ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൻ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വീറ്റ് ബോളിയാണ്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ബോളി തയ്യാറാക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് 3/4 കപ്പ് കടലപ്പരിപ്പാണ്. അപ്പോൾ ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളമെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3/4 കപ്പ് കടലപ്പരിപ്പിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇടയ്ക്കിടെ വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇതാണ് നമുക്ക് വേണ്ട പാകം. ഇനി ഈ മാവിന് പുറത്ത് ഒരല്പം എണ്ണ നമുക്ക് തടവി കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. കൈവച്ച് ചെയ്താലും മതിയാവും. ഇനി ഈ മാവ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതേ സമയം നമ്മൾ നേരത്തെ വേവാൻ വെച്ചിരുന്ന പരിപ്പ് വെന്ത് കാണും. അത് പ്രഷറെല്ലാം പോയ ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. പരിപ്പ് ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടുക. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് വേണം. ഇവിടെ ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്താണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഒപ്പം 1/4 കപ്പ് പഞ്ചസാരയും നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന പരിപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒപ്പം 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കുക. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയ ശേഷം ഇത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ മീഡിയം സൈസ് ഉരുളകളാക്കി മാറ്റുക. അടുത്തതായി നമ്മൾ നേരത്തെ എണ്ണ തടവി വെച്ചിരുന്ന മാവ് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിൽ നിന്നും ആവശ്യത്തിന് മാവെടുത്ത ശേഷം നന്നായി കൈകൊണ്ട് പരത്തുക.
നന്നായി സ്ട്രെച്ച് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരുന്ന ഉരുളകൾ ഓരോന്നായി എടുത്ത് അത് ഈ മാവ് കൊണ്ട് നന്നായി കവർ ചെയ്യുക. ഒപ്പം എക്സസ് വരുന്ന മാവ് വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇനി ഓരോ ഉരുളകളായി എടുത്ത് കഴിവതും തിന്നായി പരത്തിയെടുക്കുക. ഇനി ഒരു പാനിൽ നെയ്യ് തടവിയ ശേഷം നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ബോളി നന്നായി ഒന്ന് ചുട്ടെടുക്കാം. ബോളിയുടെ പുറത്തും ഒരൽപ്പം നെയ്യ് തടവുക. രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ സ്വീറ്റ് ബോളി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാൽ പായസമാണ്. പൊതുവെ സദ്യകൾക്ക് ബോളിയും പായസവും ഒരുമിച്ചാണ് വിളമ്പാറ്. അപ്പോൾ പാൽ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കൂടി കണ്ട ശേഷം ഇത് രണ്ടും കൂടി ഒരുമിച്ച് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഉടൻ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ദ റെസിപ്പി. പ്ലീസ് സബ്സ്ക്രൈബ്, like, share and comment. Watch more videos.